പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചതായും പകയും വ്യക്തിഹത്യയുമാണ് സിപിഎം ഇപ്പോൾ മുഖമുദ്രയാക്കിയിരിക്കുന്നതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടനയായ കെഎംസിസി ഒരു മാസമായി റിയാദിൽ നടത്തുന്ന മെഗാ ഇവന്റിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ റിയാദിലെത്തിയതായിരുന്നു മുഹമ്മദ് ബഷീർ. റിയാദ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വാങ്ങിയ വേതനവും നിയമിക്കപ്പെട്ട രീതിയും എന്തായിരുന്നുവെന്ന് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ മനസ്സിലാക്കണം. അർഹനായ മറ്റൊരു യുവാവിന് ലഭിക്കേണ്ട അവസരമാണ് അരുൺകുമാറിലൂടെ അച്യുതാനന്ദൻ ഇല്ലാതാക്കിയത്. ലീഗിന് അഞ്ചാമത് മന്ത്രിക്ക് അർഹതയുണ്ടെന്നും അത് ഉടനെ ഉണ്ടാകുമെന്നും ഒരു ചോദ്യത്തിനുത്തരമായി അദ്ദേഹം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹം രാജിവെച്ച് അന്വേഷണം വേണമെന്ന് ലീഗിന് അഭിപ്രായമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബാലകൃഷ്ണപിള്ളയുടെ ജയിൽ ശിക്ഷയിൽ ലീഗിന് വിയോജിപ്പുണ്ടായിരുന്നു. എന്നാൽ ജയരാജൻ കാണിച്ചിരിക്കുന്നത് കോടതി അലക്ഷ്യമായതിനാൽ ഇടമലയാർ കേസുമായി ഇതിനെ താരതമ്യം ചെയ്യാനാവില്ല. ജയരാജന്റെ സംഭവം അതല്ല. ജയരാജന്റെ സംഭവം എന്ന് പറയുന്നത് കോടതി അപകീർത്തിപ്പെടുത്തുകയാണ്. രണ്ടാണ്. ഹൈവേ മോണോ റെയിൽ പദ്ധതികളുമായി ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 5 വർഷമായി മുരടിച്ചു നിന്നിരുന്ന കേരളത്തിന്റെ വികസനം ഇപ്പോൾ പ്രതീക്ഷയുടെ പാതയിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹജ്ജ് സേവനം, കേരളത്തിലെ വിവിധ ആശുപത്രികളിലെ CH സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് കെഎംസിസി പ്രവർത്തകർ നൽകുന്ന സംഭാവനകൾ ശ്ലാഘനീയമാണ്. അതുകൊണ്ടുതന്നെ കേരളത്തിലെ ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കെഎംസിസി പ്രവർത്തകരെ ഉൾപ്പെടുത്താൻ പദ്ധതിയുള്ളതായി ഇ.ടി. പറഞ്ഞു. എണ്ണ കമ്പനികൾ പെട്രോളിന്റെ വില നിർണ്ണയം നടത്തുന്നത് പരാജയമാണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഇത് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് സബ്സിഡി ആയിട്ട് കൊടുക്കുകയാണെങ്കിലും ശരി, അന്തിമമായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ടാക്സ് പെയർ അടുത്ത് തന്നെയാണ്. പക്ഷേ ഗവൺമെന്റിന്റെ ആ ഒരു നടപടി കൊണ്ട് ഫലം ചെയ്തില്ല എന്നുള്ള ഒരു സംഗതി വന്നപ്പോൾ അത് റീകൺസിഡർ ചെയ്യേണ്ട സമയമായെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഇതിന്റെ പുറത്തൊരു സ്റ്റേ ഉണ്ടാകണം, ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടാവണം. റിയാദ് ഇന്ത്യ മീഡിയ ഫോറം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെഎംസിസി പ്രവർത്തകരും പങ്കെടുത്തു. നരേന്ദ്രൻ ചെറുകാട്, അമൃത ന്യൂസ്, റിയാദ്.